Hello everyone, welcome to GMJ classes. This is Jesna Mariam Johnson. Today we are going to discuss the poem We Are Going by Oodgeroo Noonuccal. Oodgeroo Noonuccal was also called as Kath Walker. She was born in 1920 to Edward Ruska and Lucy as Kathleen Jean Mary Ruska. She was born in North Stradford Island in Australia. ശരിക്കുമുള്ള അവരുടെ പേര് കാത്തലിൻ ജോൺ മേരി റസ്ക എന്നായിരുന്നു. പക്ഷേ അവരെ ഫേമസ്ലി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് കാത്ത് വാക്കർ. ആൻഡ് ഹർ ഫാദർ, കാത്ത് വാക്കേഴ്സ് ഫാദർ, എഡ്വേർഡ് റസ്ക, belonged to Noonuccal tribe, who were the tradition inhabitants of മിഞ്ചരിബ. മിഞ്ചരിബ എന്ന് പറയുന്ന നോർത്ത് സ്ട്രാറ്റ്ബോർഡ് ഐലൻഡിലുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഹെബിറ്റൻസ്, ആ സ്ഥലത്തിൽ താമസിക്കുന്ന നേറ്റീവ്സിനെ, ആ ട്രൈബൽ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് നൂനുക്കൽ എന്ന്. നമ്മുടെ കാത്ത് വാക്കറിൻ്റെ അച്ഛൻ നൂനുക്കൽ ട്രൈബിൽ ഉള്ള ഒരു ആളായിരുന്നു. His aboriginal activism to better the conditions of aboriginal workers left a lasting impression on her, which she was to take up later in her life. That made Oodgeroo Noonuccal an Aboriginal rights activist, educator, and cultural ambassador. So her father influenced her a lot. Oodgeroo Noonuccal അച്ഛൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഒരുപാട് Oodgeroo Noonuccal ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. Oodgeroo Noonuccal ഫാദർ തൻ്റെ ട്രൈബിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് Oodgeroo Noonuccalനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ശേഷം അവരും ഒരു അബോറിജിനൽ റൈറ്റ് ആക്ടിവിസ്റ്റായും എഡ്യൂക്കേറ്ററായും അവരുടെ കൾച്ചറിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായും ഒക്കെ ഉയർന്നു വന്നു. In 1988, she changed her name and adopted the traditional name Oodgeroo Noonuccal to express her solidarity with her tribe and as a way of stripping the label given to her by invading forces. 1988 അവർ തൻ്റെ ഒറിജിനൽ നെയിമായ കാത്തലിൻ ജോൺ മേരി റസ്ക എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് നെയിം ഉപേക്ഷിച്ചു. തൻ്റെ ട്രൈബിനോടുള്ള അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ട്രഡീഷണൽ നെയിം അവർ സ്വീകരിച്ചു. ആ ട്രഡീഷണൽ നെയിമാണ് Oodgeroo Noonuccal. Oodgeroo means paper bark, which is a tree that is native to coastal areas of eastern Australia, and Noonuccal was her ട്രൈബ്. Oodgeroo എന്ന് പറയുന്നത് പേപ്പർ ബാർക്ക് എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ മരമാണ്. ആ മരം ഓസ്ട്രേലിയയുടെ ഒരു നേറ്റീവ് ട്രീ ആണ്. Noonuccal എന്ന് പറയുന്നത് അവരുടെ ട്രൈബും ആയിരുന്നു. ആൻഡ് ഷീ അഡോപ്റ്റഡ് ദിസ് നെയിം ഇൻ ദ ഇയർ 1988. 1988 ഈ പേര് അവർ സ്വീകരിക്കുന്നത്. We Are Going was published in 1964. It was her first volume of poetry and also the first to be published by an Australian Aboriginal woman. We Are Going എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് പോയട്രിയാണ്, ഒരു വോള്യൂമാണ്, കവിതകളുടെ ഒരു കളക്ഷനാണ്. ആ കളക്ഷൻ Oodgeroo Noonuccalൻ്റെയും ആദ്യത്തെ വോള്യൂം ഓഫ് പോയട്രി ആയിരുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ അബോറിജിനലായിട്ട് ഒരു സ്ത്രീ പബ്ലിഷ് ചെയ്യുന്ന ആദ്യത്തെ വർക്കും We Are Going ആയിരുന്നു. The poem deals with the themes of colonization, oppression, dispossession, and cultural disinheritance. So ബ്രിട്ടീഷ് ഭരണത്തെ പറ്റിയും അടിച്ചമർത്തലിനെ പറ്റിയും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ പറ്റിയും ഒക്കെയാണ് ഈ പോയം ഡീൽ ചെയ്യുന്നത്. The tone of the poem is melancholic, as the poet describes the coming of the white settlers and the consequent eroding of the aboriginal ways. സോ ദ പോയം ഇസ് മെലങ്കോളിക്. ഭയങ്കര ഒരു വിഷമമുള്ള ഒരു ടോണിലാണ് ആ പോയം പോകുന്നത്. കാരണം പോയറ്റ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? വൈറ്റ് സെറ്റിലേഴ്സ്, ബ്രിട്ടീഷേഴ്സ് തൻ്റെ നാട്ടിൽ വന്ന് തൻ്റെ നാടിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തതിനെ പറ്റിയാണ് ഈ പോയം. The white man snatched their land, converted it to garbage dumping grounds, and stripped them of their customs. The aboriginals became total strangers in their own land. The poem paints the loss of land, tradition, culture, and customs. So white man എന്ത് ചെയ്തു? They came into their land. അബോറിജിൻസിൻ്റെ ലാൻഡിലേക്ക് വന്നു. അവരുടെ ലാൻഡ് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. അതിനെ ഗാർബേജ് ഡംപിങ് ഗ്രൗണ്ട്സ് ആക്കി വേസ്റ്റ് ഇടുന്ന വെറും ഒരു
ഒരു മോശമായ ഒരു സ്ഥലമാക്കി മാറ്റി. ആൻഡ് സ്ട്രിപ്പ് ദം ഓഫ് ദെയർ കസ്റ്റംസ്, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അവിടെ നിന്ന് നീക്കം ചെയ്തു. അബോറിജിനൽസ് ബിക്കം സ്ട്രേഞ്ചേഴ്സ് ഇൻ ദെയർ ഓൺ ലാൻഡ്, അവരുടെ സ്വന്തം ഭൂമിയിൽ അവർ സ്ട്രേഞ്ചേഴ്സായി മാറി, അപരിചിതരായി മാറി. സോ ദ പോയം ഓൺ ദ ഹോൾ പെയിൻസ് ദ ലോസ് ഓഫ് ദെയർ ലാൻഡ്, അവരുടെ ഭൂമി അവർക്ക് നഷ്ടമായി, അവരുടെ ട്രഡീഷൻ, അവരുടെ പാരമ്പര്യം അവർക്ക് നഷ്ടമായി, അവരുടെ സംസ്കാരം അവർക്ക് നഷ്ടമായി, അവരുടെ ആചാരങ്ങൾ അവർക്ക് നഷ്ടമായി. ഇതിനെ പറ്റിയൊക്കെയാണ് ഈ പോയം. Now we'll move straight to the poem. They came into the little town, a semi-naked band, subdued and silent, all that remained of their tribe. So the speaker doesn't belong to this group. ഈ ഗ്രൂപ്പിലുള്ള, ഈ ട്രൈബിൽ പെടുന്ന ഒരാളല്ല നമ്മുടെ സ്പീക്കർ പുറത്തു നിന്നുള്ളൊരു വ്യക്തിയാണ്. And the speaker is describing a group of Aboriginal Australians coming to a small town. ഒരു ചെറിയ ടൗണിലേക്ക് വരുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഓസ്ട്രേലിയൻ അബോറിജിനൽസ്, ഓസ്ട്രേലിയൻ നേറ്റീവായിട്ടുള്ള ആളുകളെയാണ് ഈ പോയത്തിൽ ആദ്യമേ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. And the speaker notes that this group is semi-naked. അവരെന്താണ്? അർദ്ധനഗ്നരാണ്, അവർ കംപ്ലീറ്റ്ലി വസ്ത്രം ധരിച്ചിട്ടുള്ളവരല്ല. ആസ് വെൽ ആസ് ദേ ആർ സബ്ഡ്യൂഡ് ആൻഡ് സൈലൻറ്റ്. അവരെന്താണ്? അവർ വളരെ ഡിപ്രസ്ഡ് ആണ്, അവർ വളരെ സൈലൻ്റ് ആണ്, അവരധികം ഒന്നും സംസാരിക്കുന്നില്ല. The speaker then notes that this group of people is all that remained of their tribe. So they were the only ones left from their tribe. They were partially nude, quiet and withdrawn, and they were the only ones left from their tribe. അവരുടെ ഗോത്രത്തിൽ ഇനി ബാക്കിയുള്ളത് ആ ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാത്രമാണ്, ആ കുറച്ച് പേര് മാത്രമാണ് ഇനി അവരുടെ ഗോത്രത്തിൽ ബാക്കിയായിട്ടുള്ളത്. അവരെന്താണ്? അവർ വളരെ സൈലൻ്റ് ആണ്, ഡിപ്രസ്ഡ് ആണ്, ആൻഡ് ദേ ആർ ഓൾസോ പാർഷ്യലി ന്യൂഡ്. They came here to the place of their old Bora ground, where now the many white men hurry about like ants. Notice of the estate agent reads, "Rubbish may be tipped here." Now it half covers the traces of the old Bora ring. So Bora ground and avade oru reference kodutittunde. So Bora grounds are aboriginal ceremonial places. A Bora ground most commonly consists of 2 circles. ഇതുപോലെ വട്ടമാണ്, ഒന്നുകിൽ 2 സർക്കിൾ കാണും, അല്ലെങ്കിൽ ഒരു സർക്കിളിലുള്ള ഒരു ഗ്രൗണ്ടാണ് ബോറ റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെയാണ് അവരുടെ സീക്രഡ് ആയിട്ടുള്ള സെറിമണീസൊക്കെ നടക്കുന്നത്. വളരെ വിശുദ്ധമായിട്ടുള്ള അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ ചടങ്ങുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ബോറ ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോറ റിംഗ് എന്ന് പറയുന്നത്. So now they came here to the place of their old Bora ground. So they walked into town, onto land that used to be their own, to their old Bora ground. It held significance in the past as they say their old Bora ground. അവർ പഴയ ബോറ ഗ്രൗണ്ടിലേക്ക് അവർ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് അവരുടേതല്ല, ആ പഴയ അവരുടേതായിരുന്ന ആ സ്ഥലത്തേക്ക് അവർ വരികയാണ്. ആൻഡ് ദ ബോറ ഗ്രൗണ്ട് വാസ് എ സീക്രട്ട് ലാൻഡ് ഓൺ വിച്ച് സെറിമണീസ് ടുക്ക് പ്ലേസ്. അവരുടെ ചടങ്ങുകളൊക്കെ നടന്ന വിശുദ്ധമായ ഒരു സ്ഥലമായിരുന്നു ഈ ബോറ ഗ്രൗണ്ട്. നൗ ഇറ്റ് ഹാസ് ടേൺഡ് ഇൻ ടു സംതിങ് വെരി ഡിഫറെൻറ്റ്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? റബ്ബിഷ് മേ ബി ടിപ്ഡ് ഹിയർ. ഇപ്പോൾ അവിടെ എന്താണ്? ആ സ്ഥലം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ആ സ്ഥലം എന്താണ്? വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നൊരു സ്ഥലമായി മാറി. ഇറ്റ് ഈസ് എ ടിപ്പിംഗ് ഗ്രൗണ്ട് ഫോർ ട്രാഷ് ഓർ rubbish. So they came to what had once been their sacred land. അവർ എവിടെ വന്നത്? ഒരിക്കൽ അവർക്ക് വളരെ വിശുദ്ധമായ ഒരു സ്ഥലത്തേക്കാണ് അവർ വരുന്നത്. Now the place is full of white men who hurry around like ants over an anthill. ഇപ്പോൾ ആ സ്ഥലത്ത് മുഴുവൻ ആരാണ്? വെള്ളക്കാരാണ്. The property agent who owns the land put up a sign that says trash can be dumped here. ആ പ്രോപ്പർട്ടി ഇപ്പോൾ ഓൺ ചെയ്യുന്ന ആൾ എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ വേസ്റ്റ് ഡംപ് ചെയ്യാം എന്നാണ് എഴുതിയിരിക്കുന്നത്. So now garbage partially covers the faint lines of what had once been sacred, a ring built into the ground where ceremonies were held. അപ്പോൾ ഇപ്പോൾ എന്താണ്? ആ ബോറ റിങ്ങിൻ്റെ മുകളിലല്ല, അവർ ആ സർക്കിൾ പോലെ ഉണ്ടാക്കി, റിങ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലെല്ലാം വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുകയാണ്.
So readers are immediately confronted with the powerful and troubling juxtaposition between what the land used to be used for and what it is used for today. അപ്പോൾ ഇവിടെ ഒരു ജക്സ്റ്റപൊസിഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. നേരത്തെ ആ ലാൻഡ് എന്തിനു ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ആ ലാൻഡ് എന്തിനാണ് ഉപയോഗിക്കപ്പെടുന്നത്. സോ നേരത്തെ ഇറ്റ് വാസ് എ സീക്രട്ട് ലാൻഡ്, നൗ ഇറ്റ് ഹാസ് ബിക്കം എ റബിഷ് ഗ്രൗണ്ട്, ഒരു റബിഷ് അല്ലെങ്കിൽ ട്രാഷ്, വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടായിട്ടത് മാറിക്കഴിഞ്ഞു. We are as strangers here now, but the white tribe are the strangers. We belong here. We are of the old ways. We are the corroboree and the Bora ground. We are the old ceremonies, the laws of the elders. So now it seems like we are the ones who don't belong here. എന്താണ്, ഈ സ്ഥലത്ത് നമ്മൾ ബിലോങ് ചെയ്യില്ല, നമ്മളിവിടെ ഞങ്ങൾ ഈ നേറ്റീവായിട്ടുള്ള ഞങ്ങൾ എന്തായി ഇവിടെ, ഞങ്ങളിവിടെ സ്ട്രേഞ്ചേഴ്സായി. But he says, but the white tribes are the ones who actually don't belong. പക്ഷെ ശരിക്കും എന്താണ്, ഈ വെള്ളക്കാരാണ് ഇവിടെ ബിലോങ് ചെയ്യാത്തത്. ഞങ്ങളുടെ നാടും ഞങ്ങളുടെ ലാൻഡും ഞങ്ങളുടെ കസ്റ്റമും ഒക്കെ ഇവർ സ്ട്രിപ്പ് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ പോലും അവരൊരിക്കലും ഈ ലാൻഡിൽ ഉള്ളവരല്ല. ഞങ്ങളുടെ സ്വന്തം ലാൻഡിൽ അപരിചിതരാക്കിയെങ്കിലും എന്താണ്, അവരും ഈ ലാൻഡിന് സ്ട്രേഞ്ചേഴ്സാണ്. അവരാണ് ശരിക്കും ഈ ലാൻഡിൽ അപരിചിതർ. We are supposed to be here. We come from the old traditions. We embody traditional gatherings and dances and the sacred ground where ceremonies are held. We embody those traditional ceremonies themselves as well as the laws and traditions of the oldest in our community. And they says that we are everything of this land. They are an integral part of the land in a way that the white settlers or colonial British are never going to be. Britishers cannot connect to the land in the same way these aborigines do. അപ്പോൾ അബോറിജിൻസ് പറയാണ്, ഞങ്ങളുടെ ലാൻഡിനെ ഞങ്ങൾക്ക് അപരിചിതരാക്കിയെങ്കിലും ഞങ്ങൾ എപ്പോഴും ഈ ലാൻഡിലുള്ളവർ തന്നെയാണ്. വി ബിലോങ് ഹിയർ, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളാണ് ഇതിനകത്തെ എല്ലാ കാര്യങ്ങളും, ഞങ്ങളുടേതാണ് ആ ബോറ ഗ്രൗണ്ടും, ഞങ്ങളുടേതാണ് കൊറോബറി എന്ന് പറയുന്നത് ഒരു അബോറിജിനൽ ഡാൻസ് സെറമണിയാണ്. അതൊരു സീക്രഡ് ആയിട്ടുള്ളൊരു റിച്വലാണ്, ഒരു വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു ആചാരമാണ്. അതുപോലെ തന്നെ അതൊരു ഇൻഫോർമൽ ഗ്യാതറിങ്ങുമാണ്, എല്ലാവരും ഒത്തുചേരുന്നൊരു ഒക്കേഷനും കൂടെയാണ് കൊറോബറി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് എ ഡാൻസ് ഫോം, അതൊരു ഡാൻസാണ്, ഡാൻസ് സെറമണിയാണ്. And that corroboree belongs to us, the old ways belongs to us, the Bora ground belongs to us, all the ceremonies belongs to us. ഇതെല്ലാം ഞങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലാൻഡ് ഞങ്ങളുടേതാണ്. ഇത് എത്രമാത്രം ഞങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ നോക്കിയാലും ബ്രിട്ടീഷേഴ്സിന് ഒരിക്കലും ഈ ഭൂമിയിൽ അവകാശം സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം ഈ ഭൂമിയിലുള്ള എല്ലാം, ആ ലാൻഡിലുള്ള എല്ലാം എന്താണ്, അവരുടേതാണ്, ഈ നേറ്റീവ്സിൻ്റേതാണ്, അബോറിജിൻസിൻ്റേതാണ്. അതൊരിക്കലും ബ്രിട്ടീഷേഴ്സിൻ്റേത് ആകില്ല. ബ്രിട്ടീഷേഴ്സിന് ഒരിക്കലും ഈ ലാൻഡിൽ അവരുടെ അവകാശം സ്ഥാപിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ആ റിച്വൽസും കസ്റ്റംസും ലാൻഡും ഒക്കെ ആരുടേതാണ്, ആ നേറ്റീവ്സിൻ്റെ മാത്രമാണ്. അത് മറ്റുള്ളവരുടെ ആക്കാൻ ശ്രമിച്ചാലും അത് സാധിക്കില്ല എന്ന് നേറ്റീവ്സ് പറയാണ്. We are the wonder tales of dream time, the tribal legends told. We are the past, the hunts and the laughing games, the wandering campfires. We are the lightning bolt over the Gefeba hill, quick and terrible, and the thunderer after him, that loud fellow. We are the quiet daybreak paling the dark lagoon. We are the shadow ghosts creeping back as the campfires burn low. So here, dream time എന്ന് പറയുന്നത്, the dream time is the period in which life was created according to aboriginal culture. Dreaming is the word used to explain how life came to be. It is the stories and beliefs behind creation. Dream time എന്ന് പറയുന്നത് സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരുപാട് മിത്തുകളാണ്, ഒരുപാട് ഐതിഹ്യങ്ങളാണ്. അബോറിജിൻസ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ അബോറിജിൻസ് സൃഷ്ടിയെക്കുറിച്ച് വിശ്വസിച്ചിരുന്ന ഒരുപാട് ഐതിഹ്യങ്ങളാണ് ഡ്രീം ടൈം എന്ന് പറയുന്നത്. So they say we embody the wondrous stories of dream time. അപ്പം
ആ കഥകളിലൊക്കെ പറയുന്ന, ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്ന സൃഷ്ടിയുടെ കാര്യങ്ങൾ പറയുമ്പോഴുള്ള ആദിമ മനുഷ്യർ അല്ലെങ്കിൽ ആദ്യത്തെ ആളുകൾ, ആ ട്രൈബൽ ലെജൻസ് ആരാണ്, ട്രൈബൽ കഥകൾ, ട്രൈബൽ സ്റ്റോറീസിൽ പറയുന്ന ആ കഥകളിലുള്ളവർ ഞങ്ങളാണ് ആ ഡ്രീം ടൈമിലുള്ളത്, ഞങ്ങളാണ് ആ ക്രിയേഷൻ്റെ സമയത്ത് ഉള്ളത്. We are the past, the hunts and the laughing games, the wandering campfires. So the speaker assert various comparisons, stating that they are the wonder tales of dream, the lightning bolt or Gefeba hill. This line means that they have taken the form of nature's phenomena. They are part of the land. It also describes the personality in this line. It could mean that the aborigines were strong and brave. അപ്പം എല്ലാം അവരാണ്, ആ നാടിൻ്റെ പഴമ അവരാണ്, ആ നാടിൻ്റെ ആചാരങ്ങൾ അവരാണ്, അവിടുത്തെ സന്തോഷം അവരാണ്, അവിടുത്തെ ക്യാമ്പ് ഫയർ ചെയ്യുന്നത് അവരാണ്. സോ അതെല്ലാം ആ നേറ്റീവ്സിന് അവകാശപ്പെട്ടിട്ടുള്ളതാണ് എന്നവർ പറയുകയാണ്. ആൻഡ് വി ആർ ദ ലൈറ്റ്നിങ് ബോൾട്ട് ഓവർ ഗഫേബ ഹിൽ ക്വിക്ക് ആൻഡ് ടെറിബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഗഫേബ ഹില്ലിലെ ലൈറ്റ്നിങ്ങിനെ പോലെ തന്നെ ക്വിക്ക് ആൻഡ് ടെറിബിൾ ആയിട്ടുള്ള ആളുകളാണ്. വി ആർ ദ ലൗഡ് തണ്ടർ ഹു കംസ് ആഫ്റ്റർ ദ ലൈറ്റ്നിങ്. ഞങ്ങൾ ആ മിന്നലിന് ശേഷം വരുന്ന ഇടിയുടെ കൂട്ടിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ് എന്നൊരു വശവും അതിനുണ്ട്. അതുപോലെ തന്നെ ഇൻ ഓസ്ട്രേലിയൻ അബോറിജിനൽ മിത്തോളജീസ്, മമാരഗൻ ഓർ നമാർക്കൻ ഇസ് എ ലൈറ്റ്നിങ് ആൻസെസ്ട്രൽ ബീയിങ് ഹു സ്പീക്സ് വിത്ത് തണ്ടർ ആസ് ഹിസ് വോയിസ്. ആൻഡ് ദർ ഇസ് ക്യാപിറ്റൽ ലെറ്റർ ഇൻ തണ്ടറർ. സോ ആ ഒരു ആൻസെസ്ട്രൽ ബീയിങ്ങിന്, അതും അഗൈൻ ഒരു ഐതിഹ്യമാണ്, അവരുടെ ഒരു വിശ്വാസത്തിലുള്ളൊരു മിന്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ആൻസെസ്ട്രൽ ബീയിങ് ആണ്. നമ്മൾ പല ഐതിഹ്യങ്ങളുണ്ടല്ലോ, അതുപോലെയുള്ള ഐതിഹ്യങ്ങളാണ് അവരുടെ. അപ്പോൾ ആ ലൈറ്റ്നിങ് ഗോഡ് സംസാരിക്കുന്നത് തണ്ടറിൻ്റെ ഉച്ചത്തിലാണ്, ഇടിയുടെ ഉച്ചത്തിലാണ്. സോ ആ ഒരു മിത്തോളജിയും ഇവിടെ റെഫർ ചെയ്യുന്നുണ്ട്. And we are the quiet daybreak paling the dark lagoon. We are the shadow ghosts creeping back as the campfires burn low. So the remaining tribe members embody everything that is left their culture. They are the hunts, ceremonies, campfires, joyous moments and the darker moments. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് ബാക്കിയുള്ള ട്രൈബൽ ഗ്രൂപ്പുകൾ പറയുന്നത് ആ ഒരു നാട്ടിലുള്ള എല്ലാം, അവിടുത്തെ ഡാർക്കർ മൊമെൻറ്റ്സ് ആണെങ്കിലും ജോയസ് ആയിട്ടുള്ള സന്തോഷമുള്ള സമയങ്ങളാണെങ്കിലും അവിടുത്തെ ആചാരങ്ങളാണെങ്കിലും അനുഷ്ഠാനങ്ങളാണെങ്കിലും ആ ഭൂമിയാണെങ്കിലും എന്തുവാണെങ്കിലും എല്ലാം ആരുടെയാണ്, അവരുടേതാണ് എന്നുള്ളതാണ് ഇവിടെ അവർ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. We are the nature and the past, all the old ways, gone now and scattered. The scrubs are gone, the hunting and the laughter. The eagle is gone, the emu and the kangaroo are gone from this place. The bora ring is gone, the corroboree is gone, and we are going. So the way they lived before the incursion of British colonialism is shown here. Much of it is gone now and scattered. The British, who were responsible for removing Aboriginal Australians from their native lands, are also responsible for the loss of hunting and the laughter and the displacement of the eagle, emu and kangaroo. അവർ പണ്ട് ജീവിച്ചിരുന്നത് പോലെയൊന്നും അല്ല ഇപ്പോൾ അവിടെ. ബ്രിട്ടീഷേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രകൃതിയും അവരുടെ പഴയ ആ രീതികളും എല്ലാം എന്താണ്, അതൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞു. ദേ ഹാവ് ഗോൺ ആൻഡ് ദേ ആർ സ്കാറ്റേർഡ്. അതൊക്കെ ചിന്നി ചിതറി, അതൊന്നും ഇപ്പോൾ പഴയതുപോലെയല്ല. ദ സ്ക്രബ്സ് ആർ ഗോൺ, മരങ്ങളൊക്കെ പോയി, ചെടികളൊക്കെ പോയി. ഹണ്ടിങ് ആൻഡ് ദ ലാഫ്റ്റർ, അവർ ഹണ്ട് ചെയ്തൊക്കെ ജീവിച്ചിരുന്നവരുടെ അവരുടെ ജീവിതചര്യകൾ മാറി, അവരുടെ സന്തോഷം എല്ലാം നഷ്ടമായി. The eagle is gone, the emu and the kangaroo are gone from this place. അവിടെ ഉണ്ടായിരുന്ന മൃഗജാലങ്ങളൊക്കെ തന്നെ അവിടെ നിന്നും മാറ്റപ്പെട്ടു. The bora ring is gone, the corroboree is gone, and we are going. So the bora, which has been mentioned twice already, is gone, as are the traditional gatherings that the tribe would have. So the final lines of the poem suggest that soon the remaining members of the tribe will also be lost. They too are going. അവിടെ ഉണ്ടായിരുന്ന ബോറ റിങ് പോയി, അവരുടെ സീക്രട്ട് ആയിട്ട് വരുന്ന ലാൻഡായിരുന്നു അത് പോയി. ദ കൊറോബറി ഇസ് ഗോൺ, അവരുടെ ആ ഒരു ഗ്യാതറിങ് ആയിരുന്നു, അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസ് ആയിരുന്നു, അത് നഷ്ടമായി അവർക്ക്. ആൻഡ് വി ആർ ഗോയിങ്, ഞങ്ങളും പതിയെ പോകും, ഞങ്ങളും പതിയെ ഇല്ലാണ്ടാകും. സോ ദിസ് ഫൈനൽ ലൈൻ ഇസ് മെൻ ടു മൂവ് റീഡേഴ്സ് ആൻഡ് റിമൈൻഡ് ദം ദാറ്റ് ദ ഡിസ്ട്രക്ഷൻ ഹാസ് നോട്ട് സ്റ്റോപ്ഡ്. ഇന്നും ആ പോവാൻ എഴുതുന്ന സമയത്തും
ഈ നശീകരണം, ഈ ഡിസ്ട്രക്ഷൻ, ഈ ഡാമേജ് തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പതിയെ ഞങ്ങളും ഈ ലാൻഡിൽ നിന്ന് മാറ്റപ്പെടും എന്നാണ് ആ വി ആർ ഗോയിങ് എന്ന് പറയുന്ന വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. To conclude, the meaning of the title We Are Going is that Aboriginal Australian culture and people are disappearing from the country due to British colonialism. This process has not stopped and is still of great concern. വി ആർ ഗോയിങ് എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ അർത്ഥവും ഇതാണ്. ബ്രിട്ടീഷ് കൊളോണിയലിസം കാരണം അവർക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. പിന്നെയും ഈ പോം എഴുതുന്ന സമയത്തും ആ നഷ്ടങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. സോ എന്താണ്, അവർ ബാക്കിയുള്ളവരും കൂടെ ആ ലാൻഡിൽ നിന്ന് നീക്കപ്പെടും. ബാക്കിയുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിനെ മൊത്തത്തിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം കാരണം നശിക്കപ്പെടും. അവരുടെ ട്രഡീഷനും കസ്റ്റവും എല്ലാം നശിക്കപ്പെടും എന്നുള്ള ഒരു കാര്യമാണ്, എന്നുള്ളൊരു വാർണിംഗ് ആണ് ആ ഒരു ടൈറ്റിലിലൂടെ ഉദ്ദേശിക്കുന്നത്. Along with the themes of colonialization, oppression, etc., the poem also deals with environmental degradation, the impacts of colonization on the land. Trash disposal hangs before the traces of an old bora ring. Gone are the scrubs, the eagle, the emu and the kangaroo. പ്രകൃതിയെ എങ്ങനെ നശിപ്പിച്ചു എന്നുള്ളതും ഈ പോയത്തിൽ കൊളോണൈസേഷൻ്റെയും ഒപ്രഷൻ്റെയും ഒക്കെ കൂടെ തന്നെ ഈ പോയം ഡീൽ ചെയ്യുന്ന ഒരു തീമാണ്. അവരുടെ ബോറാ റിങ്, അവരുടെ സീക്രട്ട് ലാൻഡ് ഒരു റബ്ബിഷ് ഗ്രൗണ്ടായി മാറി. സ്ക്രബ്സ്, ചെടികളും മരങ്ങളും ഒക്കെ ഇല്ലാണ്ടായി. ഈ ഈഗിൾ, എമു, കാങ്കറൂസ് എല്ലാം അവിടെ നിന്ന് പോയി എന്ന് കാണിക്കുന്ന എന്താണ്, പ്രകൃതിയെയും ബ്രിട്ടീഷ് കൊളോണിയലിസം വന്ന് നശിപ്പിച്ച രീതികളെക്കുറിച്ചാണ് പറയുന്നത്. So I hope you understood the poem. Now we will see important questions asked from this poem in university exams.